പുഞ്ചിരി കൊണ്ട് പലതിനും പരിഹാരം കാണാനാകും എന്ന ശുഭചിന്തയിൽ നിന്നുമാണ് ലോക ചിരിദിനത്തിന്റെ പിറവി. 1998 ജനുവരി 10 ബോംബെയിലായിരുന്നു ലോകവ്യാപകമായി ചിരിയോഗ മൂവ്മെന്റിന് ഡോക്ടർ മദൻ കത്താരിയ തുടക്കമിട്ടത്. ഏതൊരു സംഭവത്തെയും ചിരിച്ചുകൊണ്ട് നേരിടാനായാൽ അത് ഒരു വ്യത്യസ്ത അനുഭവമായിരിക്കുമെന്നായിരുന്നു ഡോക്ടർ കത്താരിയുടെ പഠനം. ഇന്ന് നൂറുകണക്കിന് ചിരി ക്ലബ്ബുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. ചിരിയെപ്പറ്റി പറഞ്ഞു വന്നത് കഴിഞ്ഞ ദിവസം നമ്മളൊരു പുഞ്ചിരിക്കുന്ന മുഖം കണ്ടു. മലയാളത്തിന്റെ പ്രിയ നടൻ ആസിഫ് അലിയുടേത്. ചുറ്റുമുള്ള ലോകത്തിന് വലിയ സന്ദേശം പകർന്ന ചെറിയൊരു പുഞ്ചിരി കാണാം. ടേക്ക് 1. ഏത് പ്രതിസന്ധി ഘട്ടത്തെയും ഒരു പുഞ്ചിരി കൊണ്ട് മറികടക്കാൻ സാധിക്കുന്ന മനോനില മാത്രമാണ് മനുഷ്യന് വേണ്ടതെന്ന് പലകുറി നമ്മൾ പറയുന്നതാണ്. പലപ്പോഴും അത് എത്ര കണ്ട് പ്രാക്ടിക്കലി നടപ്പിലാവുമെന്ന് അറിയില്ല. പക്ഷെ ആസിഫ് അതിന്റെ മികച്ച ഉദാഹരണമായി. ഒരു വാക്കുകൊണ്ട് പോലും എതിരിടാതെ നേരിട്ട പ്രതിസന്ധി ഒരു ചിരി കൊണ്ട് ജയിച്ചു കയറുകയായിരുന്നു. MD വാസുദേവൻ നായരുടെ 9 കഥകളെ അടിസ്ഥാനമാക്കി ഒരുങ്ങുന്ന ചലച്ചിത്ര സമാഹാരം മനോരഥങ്ങളുടെ ട്രെയിലർ ലോഞ്ച് ചടങ്ങിനിടയിലായിരുന്നു വിവാദം. പരിപാടിയിൽ പങ്കെടുത്ത സംഗീത സംവിധായകൻ രമേശ് നാരായണന് മൊമന്റോ സമ്മാനിക്കാൻ സംഘാടകർ ആസിഫ് അലിയാണ് ക്ഷണിച്ചത്. എന്നാൽ മൊമന്റോയുമായി എത്തിയ ആസിഫ് അലിയിൽ നിന്ന് പുരസ്കാരം രമേശ് നാരായണൻ സ്വീകരിച്ചില്ല. പകരം ആസിഫിന്റെ കയ്യിൽ നിന്ന് മൊമന്റോ എടുത്ത് സംവിധായകൻ ജയരാജിനെ വേദിയിലേക്ക് വിളിച്ചു വരുത്തി കൈമാറി. തുടർന്ന് ജയരാജിന് നിന്ന് അത് സ്വീകരിച്ചു. ഈ സംഭവം വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കത്തിപ്പടർന്നു. മോശം പെരുമാറ്റമാണ് രമേശ് നാരായണിൽ നിന്ന് ആസിഫ് അലിക്കുണ്ടായതെന്നും മാപ്പ് പറയണമെന്നുമായിരുന്നു പ്രതികരണങ്ങൾ ഏറെയും. വിവാദമായതോടെ ആസിഫ് അലിയെ അപമാനിക്കുകയോ വിവേചനം കാണിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് രമേശ് നാരായണൻ പ്രതികരിച്ച് രംഗത്ത് വന്നു. കാര്യങ്ങൾ മനസ്സിലാക്കാതെയുള്ള സൈബർ ആക്രമണത്തിൽ വിഷമമുണ്ടെന്നും അപമാനിതനായി തോന്നിയെങ്കിൽ ആസിഫ് അലിയോട് മാപ്പ് ചോദിക്കുന്നുവെന്നുമായിരുന്നു രമേശ് നാരായണൻ പറഞ്ഞത്. സംഘാടകരോട് മടങ്ങിപ്പോകുന്നതിന്റെ കാര്യം പറഞ്ഞ് വിഷമം പങ്കുവച്ചതിനാലാകാം തിടുക്കപ്പെട്ട് മൊമന്റോ നൽകുവാൻ അവസരപ്പെട്ടത്. അവിടെ അനൗൺസ് ചെയ്തത് മറ്റൊരാളുടെ പേരാണ്. അതിനു പിന്നാലെ ആസിഫ് മൊമന്റോയുമായി അടുത്തു വന്നു. ആസിഫ് തനിക്കാണോ താൻ ആസിഫിനാണോ മൊമന്റോ നൽകേണ്ടതെന്ന് വ്യക്തമായില്ല. തുടർന്നാണ് സംവിധായകൻ ജയരാജിനെ വിളിച്ചത്. ആസിഫിനെ ശ്രദ്ധിച്ചില്ലെന്നത് വാസ്തവമാണ്. അപമാനിക്കുകയോ വിവേചനം കാണിക്കുകയോ ചെയ്തിട്ടില്ല. ആസിഫ് അലി വരുന്നു, ആസിഫ് അലി ഞാൻ വാങ്ങിച്ചു. ഒരിക്കലും ഞാൻ കരുതി കൂട്ടിയിട്ട് ആസിഫ് അലിയുടെ കൈ തട്ട് മാറ്റിയോ അല്ലെങ്കിൽ ആസിഫ് അലി എൻ്റെ മനസ്സിൽ ജയരാജും കൂടെ അവിടെ വരണം എന്നൊരു ചിന്തയുണ്ടായിരുന്നു. എന്നാൽ ദൃശ്യങ്ങൾ കണ്ടവർ ആസിഫ് അലി എന്ന മനുഷ്യനെ പിന്തുണച്ചു. മൊമന്റോ കൊടുക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ആസിഫ് അലി അപമാനിക്കപ്പെട്ടു എന്ന പൊതുധാരണ വന്നു. അത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് അപ്രതീക്ഷിതമായി ഇങ്ങനെയൊരു നീക്കമുണ്ടാവുമ്പോൾ ആർക്കായാലും ബുദ്ധിമുട്ടുണ്ടാകും. ആസിഫ് അലി വളരെ പക്വതയോടെ അത് കൈകാര്യം ചെയ്തു. ഒട്ടും ദേഷ്യം പ്രകടിപ്പിക്കാതെ അത്രയും ശാന്തതയോടെ പുഞ്ചിരിച്ചുകൊണ്ട് ആ നിമിഷത്തെ മറികടന്നു. തന്റെ പുഞ്ചിരി കൊണ്ട് ആസിഫ് അലി ഈ ലോകം തന്നെ കീഴടക്കുകയായിരുന്നു. സിനിമാ പ്രവർത്തകരും അമ്മ സംഘടനയുമെല്ലാം ആസിഫിന് പിന്തുണയുമായി രംഗത്ത് വന്നു. പുതിയ സിനിമ ലെവൽ ക്രോസിന്റെ പ്രചരണാർത്ഥം എറണാകുളം സെയിന്റ് ആൽബർട്ട്സ് കോളേജിൽ എത്തിയപ്പോൾ ആസിഫ് അലിക്ക് പിന്തുണ അർപ്പിച്ച് വിദ്യാർത്ഥികളും പ്ലക്കാർഡുകൾ ഉയർത്തി. എല്ലാവരും നൽകുന്ന പിന്തുണയ്ക്ക് നന്ദിയുണ്ടെന്നറിയിച്ച് വിവാദത്തിന് വിരാമമിടാൻ ആസിഫ് തന്നെ രംഗത്ത് വന്നു. രമേശ് നാരായണനുണ്ടായ പിരിമുറുക്കത്തിന്റെ ഭാഗമായി ഉണ്ടായ പ്രവൃത്തിയായിരിക്കാം അന്ന് സംഭവിച്ചത്. അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു. തനിക്ക് വിഷമമോ പരിഭവമോ ഇല്ല. താൻ അപമാനിതനായിട്ടില്ല. അദ്ദേഹത്തെ കൊണ്ട് മാപ്പ് പറയിക്കുന്ന അവസ്ഥയിൽ എത്തിക്കരുതായിരുന്നു എന്നായിരുന്നു ആസിഫിന്റെ പ്രതികരണം. ഒരിക്കലും അദ്ദേഹത്തിന്റെ ഒരു പ്രായം വെച്ചോ സീനിയോറിറ്റി വെച്ചോ അദ്ദേഹം എന്നോട് മാപ്പ് പറയുന്ന ഒരു അവസ്ഥ വരെ കൊണ്ട് എത്തിച്ചു. അദ്ദേഹം എന്നോട് അങ്ങനെയാണ് സംസാരിച്ചത്. അപ്പോൾ അതിലൊക്കെ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരുന്ന എന്തെങ്കിലും രീതിയിലുള്ള ഒരു പിരിമുറുക്കത്തിലായിരിക്കണം. അല്ലാതെ എനിക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഫീൽ ചെയ്തിട്ടില്ല. സിനിമകളുടെ വിജയ പരാജയങ്ങളുടെ പേരിലും തെരഞ്ഞെടുപ്പിന്റെ പേരിലും
വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് വിധേയനായിട്ടുള്ള ആളാണ് ആസിഫ് അലി. അതേസമയം സമീപകാലത്ത് വിജയം നേടിയ തലവനിലൂടെ പ്രശംസയും നേടിയെടുത്തു. എന്നാൽ ഇപ്പോഴുണ്ടായ വിവാദത്തിൽ സോഷ്യൽ മീഡിയയിലും ഇതര പ്ലാറ്റ്ഫോമുകളിലും ആസിഫ് അലിക്ക് ലഭിച്ച പിന്തുണ വളരെ അതിശയിപ്പിക്കുന്നതായിരുന്നു. കലയോളം തന്നെ കലാകാരനെ സ്നേഹിക്കുന്നവരാണ് മലയാളികളെന്ന് നമ്മൾ ഇന്നലെ തെളിയിച്ചു. ആഴ്ചകൾക്ക് മുൻപ് ഒരു ഫിലിം അവാർഡ് വേദി. അന്ന് മികച്ച നടനുള്ള അവാർഡ് ആസിഫ് അലിയാണ് ജയസൂര്യക്ക് കൈമാറിയത്. ജയേട്ടനെ പോലെ ഒരു സീനിയർ ആക്ടറിന് അവാർഡ് കൊടുക്കുവാൻ എന്നെ വിളിച്ചപ്പോൾ ഞെട്ടിയെന്നും തന്നേക്കാൾ ഒരുപാട് മുൻപേ സിനിമയിൽ വന്ന നടന് താൻ എങ്ങനെ അവാർഡ് കൊടുക്കും എന്നുമായിരുന്നു ആസിഫ് അലി പറഞ്ഞത്. അതിന് ജയസൂര്യയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: കലാരംഗത്ത് ജൂനിയർ സീനിയർ എന്നൊന്നില്ല, എല്ലാവരും സഹോദരങ്ങളാണ്. അടുത്ത തവണ നിനക്ക് അവാർഡ് തരുവാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവട്ടെ. ഒരുപക്ഷെ ആ സ്വാതന്ത്ര്യത്തിനാലാകാം മുതിർന്ന സംഗീത സംവിധായകൻ രമേശ് നാരായണന് മൊമെന്റോ കൊടുക്കുവാൻ ആവശ്യപ്പെട്ടപ്പോഴും ആസിഫ് അലിയെ മുന്നിലേക്ക് നയിച്ചത്. പക്ഷെ ആ വലിയ സദസ്സിന് മുന്നിൽ നിസ്സഹായനായി നിന്നപ്പോഴും അയാളുടെ മുഖത്ത് വിരിഞ്ഞത് അസഹിഷ്ണുത ആയിരുന്നില്ല, നിറഞ്ഞൊരു പുഞ്ചിരിയായിരുന്നു. ആ പുഞ്ചിരിക്ക് ഒരർത്ഥമേയുള്ളൂ: ഞാൻ നിങ്ങളെയും സ്നേഹിക്കുന്നു.